നമസ്കാരം. പ്രധാന വാർത്തകൾ. നവീകരണം പൂർത്തിയായ മുണ്ടൂർ തൂത പാതയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 11-ന്. കടമ്പളിപ്പുറത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. പാത നിർമ്മിച്ചത് 364 കോടി രൂപ ചെലവിൽ. ഒറ്റപ്പാലത്ത് വീണ്ടും മോഷണം. NSS KPT ഹൈസ്കൂളിലാണ് മോഷണം നടന്നത്. മോഷ്ടിച്ചത് സയൻസ് ലാബിലെ മൈക്രോസ്കോപ്പ്. പെരിന്തൽമണ്ണയിൽ പുതിയ ഓട്ടോ പെർമിറ്റ് അനുവദിക്കുന്നതിൽ തീരുമാനമായില്ല. അജണ്ട നഗരസഭാ കൗൺസിൽ യോഗം വീണ്ടും മാറ്റിവെച്ചു. പുതിയ പെർമിറ്റ് അനുവദിക്കുന്നതിനെ എതിർത്ത് പ്രതിപക്ഷ അംഗങ്ങൾ. മുഖ്യമന്ത്രിയുടെ മോഡൽ ദുരിതാശ്വാസ നിധി നടപ്പാക്കാൻ അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധി ആരംഭിക്കും. ജനങ്ങൾക്ക് കൈത്താങ്ങാവുന്ന പദ്ധതിക്ക് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ച പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ. ചെർപ്പശ്ശേരി പൂരം കാളവേല ആഘോഷങ്ങൾക്ക് ഒരുങ്ങി. ഉത്സവത്തിന് മാറ്റേകാൻ കുടുംബശ്രീയുടെ പ്രദർശന വിപണന മേള ആരംഭിച്ചു. വിശദമായ വാർത്തകൾ. 364 കോടി രൂപ ചെലവിൽ നവീകരണം പൂർത്തിയായ മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 11-ന് വൈകിട്ട് 5-ന് നടക്കും. കടമ്പളിപ്പുറത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പാതയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പാലക്കാട് കോഴിക്കോട് ഹൈവേക്ക് സമാന്തര പാതയായാണ് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ മുതൽ ജില്ലാ അതിർത്തിയായ തൂത വരെയുള്ള പാതയെ തിരഞ്ഞെടുത്ത് വീതികൂട്ടി നവീകരിച്ചത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുണ്ടൂർ ജംഗ്ഷൻ മുതൽ തൂത ജംഗ്ഷൻ വരെയാണ് പാത നവീകരിച്ചിട്ടുള്ളത്. മലമ്പുഴ, കോങ്ങാട്, ഒറ്റപ്പാലം, ഷൊർണൂർ എന്നീ 4 നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്നു ഈ സംസ്ഥാന പാത 53. 4 വരി പാതയായാണ് ഇത് പറയപ്പെടുന്നതെങ്കിലും പല ഭാഗങ്ങളിലും സ്ഥലം ഏറ്റെടുക്കാൻ കഴിയാത്തത് കാരണം വേണ്ടത്ര വീതിയില്ല. 364 കോടി രൂപ ചെലവിൽ KSTP-യാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. 2 വർഷം കൊണ്ട് റോഡ് യാഥാർത്ഥ്യമാക്കാനായിരുന്നു പദ്ധതിയെങ്കിലും പ്രവൃത്തികൾ നീണ്ടു. പാലക്കാട് കോഴിക്കോട് യാത്രയ്ക്ക് 10 കിലോമീറ്റർ ദൂരം ലാഭിക്കാമെന്നതാണ് ഈ പാതയുടെ പ്രത്യേകത. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ തിരക്കിനും ഗതാഗതക്കുരുക്കിനും ഒരു പരിഹാരം കൂടിയാണ് ഈ റോഡ്. മുണ്ടൂർ, കോങ്ങാട്, കടമ്പളിപ്പുറം, തിരുവാഴിയോട്, തൂത എന്നീ ജംഗ്ഷനുകളുടെ വികസനം കൂടി നടപ്പാക്കിയാണ് റോഡ് പണിതിട്ടുള്ളത്. ഫെബ്രുവരി 11-ന് വൈകിട്ട് 4-ന് കടമ്പളിപ്പുറത്ത് വെച്ച് പാതയുടെ ഉദ്ഘാടനം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിക്കുക. തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലത്തിന്റെ പണിയും ഇതോടൊപ്പം പുരോഗമിച്ചു വരികയാണ്. നമ്മുടെ സന്തോഷം പറയുകയാണ്. വരുന്ന 11-ാം തീയതി 5 മണിക്ക് മുണ്ടൂർ തൂത റോഡുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. അതുകൂടി ഈ ഒരു വേളയിൽ ഉണർത്തുകയാണ്. ഒറ്റപ്പാലത്ത് വീണ്ടും മോഷണം. NSS KPT വൊക്കേഷണൽ ഹൈസ്കൂളിലാണ് മോഷണം നടന്നത്. സയൻസ് ലാബിലെ മൈക്രോസ്കോപ്പ് മോഷണം പോയി. തിങ്കളാഴ്ച രാവിലെ ഓഫീസ് സ്റ്റാഫ് K അജിത്ത് എത്തിയപ്പോഴാണ് ഹെഡ് മിസ്ട്രസിന്റെ റൂമിലെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഹെഡ് മിസ്ട്രസ് റൂം, UP കമ്പ്യൂട്ടർ ലാബ്, സയൻസ് ലാബ്, ലേഡീസ് സ്റ്റാഫ് റൂം എന്നിവിടങ്ങളിൽ മോഷ്ടാവ് കയറിയതായി അറിയുന്നത്. എല്ലാ റൂമുകളുടെയും വാതിലിന്റെ പൂട്ടുകൾ തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയിരിക്കുന്നത്. റൂമുകളിലെ അലമാരകളിലെ സാധനങ്ങളെല്ലാം വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു. സയൻസ് ലാബിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 5000 രൂപയിലധികം വില വരുന്ന മൈക്രോസ്കോപ്പാണ് മോഷ്ടാവ് കവർന്നത്. UP കമ്പ്യൂട്ടർ ലാബിലെ കമ്പ്യൂട്ടറുകൾ മെയിൻ കമ്പ്യൂട്ടർ ലാബിലേക്ക് മാറ്റിയിരുന്നതിനാൽ വലിയ നഷ്ടം ഒഴിവായതായി അധ്യാപകനായ CR ഹരികുമാർ, ഓഫീസ് സ്റ്റാഫ് K അജിത്ത് എന്നിവർ പറഞ്ഞു. വന്ന് കണ്ടപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ റൂമാണ് പൊളിച്ചിടിക്കാനുള്ളത്. അപ്പോൾ എല്ലാം നോക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ HMസിൻ്റെ റൂമിൻ്റെ അകത്ത് അലമാരിയും അതുപോലെ തന്നെ താഴൊക്കെ പൊളിച്ചിട്ട്, അതുപോലെ തന്നെ ട്രെയിനിങ്സിന് സെപ്പറേറ്റ് ഒരു റൂം ഉണ്ടായിരുന്നു, അതിൻ്റെ താഴെ ഉണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് നാൾ മുമ്പ് ലാപ്ടോപ്പ് വെച്ച് എക്സാം ഡ്യൂട്ടി ആയിട്ട് നമ്മളടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സയൻസ് ലാബാണ്, അത് ഓൾറെഡി പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ താഴെ മാറ്റി കിടക്കുന്നുണ്ടായിരുന്നു. മൈക്രോസ്കോപ്പ് പോയിട്ടുണ്ട് അതിൻ്റെ അകത്തുനിന്ന്. സിസ്റ്റം ഉണ്ടാകാതിരുന്നത് ഭാഗ്യം. കാരണം SSLCയുടെ പരീക്ഷ ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സാധനങ്ങളും നമ്മൾ മെയിൻ ലാബിലേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ട് പോയില്ല, അല്ലെങ്കിൽ 6 കമ്പ്യൂട്ടർ സിസ്റ്റം പോയാണ്, ലാപ്ടോപ്പ് പോയാണ്. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇടത്തനാട്ടുകര മുണ്ടക്കുന്നിൽ നിന്നും കാണാതായ ആളെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചക്കന്തൊടി അബ്ദുൾ സലാമാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം 5 മണിയോടെ കാണാതായ ചക്കംതൊടി അബ്ദുൾ സലാമിനെ ഐനിക്കോട്ട് പാടത്തിന് സമീപത്തെ ഉപയോഗശൂന്യമായ കുളത്തിൽ ഞായറാഴ്ച വൈകുന്നേരം 5 മണിയോടെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആടിന് തീറ്റ ശേഖരിക്കാനായി വീട്ടിൽ നിന്ന് പോയ ഇയാളെ കാണാതാവുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പകലും പ്രദേശമാകെ തിരച്ചിൽ നടത്തിയിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു. കുളം പരിശോധിക്കണമെന്ന് ഇവരോട് നാട്ടുകാർ പറഞ്ഞെങ്കിലും തയ്യാറായില്ലെന്ന് വാർഡംഗം O നിജാസ്
ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ബഷീർ പടുകുണ്ടിൽ എന്നിവർ പറഞ്ഞു. പിന്നീട് കാപ്പുപറമ്പ് സ്വദേശിയായ ഷിഹാബ് മുണ്ടഞ്ചേരി കുളത്തിലിറങ്ങി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അബ്ദുൾ സലാമിന് ഭാര്യയും 2 മക്കളുമുണ്ട്. ഒറ്റപ്പാലം പത്തിരിപ്പാലയിൽ പഞ്ചസാര ലോറിക്ക് തീപിടിച്ചു. തലനാരിഴയ്ക്കാണ് ജീവനക്കാർ രക്ഷപ്പെട്ടത്. ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. ഞായറാഴ്ച രാത്രി 11:30 പത്തിരിപ്പാല മൗണ്ട് സീന കോളേജിന് സമീപത്തായിരുന്നു അപകടം. കർണാടകയിൽ നിന്നും പഞ്ചസാര കയറ്റി പത്തിരിപ്പാലയിലെ ഗോഡൌണിലേക്ക് ലോഡ് ഇറക്കാൻ വരികയായിരുന്ന കർണാടക രജിസ്ട്രേഷനിലുള്ള ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കിടെ ലോറിയുടെ മുൻഭാഗത്തു നിന്നും പെട്ടെന്ന് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവറും കൂടെയുണ്ടായിരുന്ന ആളും ഉടൻ തന്നെ വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തീ ലോറിയുടെ മുൻഭാഗത്തേക്ക് ആളി പടരുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും പോലീസും വിവരമറിയിച്ചതിനെ തുടർന്ന് പാലക്കാട് നിന്നും കോങ്ങാട് നിന്നും അഗ്നിശമന സേനയുടെ 2 യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. അപകടത്തിൽ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ്. പെരിന്തൽമണ്ണ പൊന്നിയാക്കുറിശ്ശിയിൽ പുതിയ ഓട്ടോ പെർമിറ്റ് അനുവദിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട അജണ്ട നഗരസഭാ കൗൺസിൽ യോഗം മാറ്റിവെച്ചു. പ്രതിപക്ഷ അംഗങ്ങൾ എതിർത്തതോടെയാണ് അജണ്ട മാറ്റിവെച്ചത്. നഗരസഭയുടെ പ്രഥമ കൗൺസിൽ യോഗത്തിൽ പൊന്നിയാക്കുറിശ്ശിയിൽ പുതിയ ഓട്ടോ പെർമിറ്റ് അനുവദിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട അജണ്ട മാറ്റിവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന 2ാമത്തെ കൗൺസിൽ യോഗത്തിലും ഈ അജണ്ട വീണ്ടും മാറ്റി. പ്രതിപക്ഷ അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്നാണ് അജണ്ട മാറ്റിയത്. ഒരു സ്ഥലത്തേക്ക് മാത്രം പെർമിറ്റ് അനുവദിക്കേണ്ടെന്നാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ നിലപാട്. പുതിയ ഓട്ടോകൾക്ക് പെർമിറ്റ് നൽകുന്ന കാര്യത്തിൽ ഭരണപക്ഷത്തുള്ള ചില കൗൺസിലർമാർക്കും എതിർപ്പുണ്ട്. പെരിന്തൽമണ്ണ നഗരത്തിൽ പെർമിറ്റുള്ള 1000-ലധികം ഓട്ടോകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇത്രയും അധികം ഓട്ടോറിക്ഷകൾക്ക് പാർക്ക് ചെയ്യുന്നതിന് നഗരത്തിൽ സൗകര്യമില്ലെന്ന് വിലയിരുത്തപ്പെടുന്നു. അതേസമയം ഓട്ടോ പാർക്ക് അനുവദിക്കുന്നതിന് ആർക്കും എതിർപ്പില്ല. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധി ആരംഭിക്കും. ജനങ്ങൾക്ക് കൈത്താങ്ങാവുന്ന ഈ പദ്ധതി ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി പോലെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ദുരിതാശ്വാസ നിധി തുറക്കും. പ്രധാനമായും കിഡ്നി, ക്യാൻസർ രോഗികളെ സഹായിക്കുകയാണ് ലക്ഷ്യം. അപകട അത്യാഹിത ഘട്ടങ്ങളിലും സഹായനിധി വിനിയോഗിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധിയുടെ നടപടികൾ നടന്നുവരികയാണ്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയാണിതെന്നും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു. ആദ്യ അജണ്ടയിൽ ഞങ്ങൾ എടുത്ത തീരുമാനം പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധി അക്കൗണ്ട് തുറക്കാനാണ് ഫസ്റ്റ് അജണ്ട ആദ്യ ബോർഡ് യോഗത്തിൽ തീരുമാനിച്ചത്. അതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള രോഗികൾക്ക്, ക്യാൻസർ രോഗികൾ ഏകദേശം 150ഓളം ഉണ്ട്. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ 48 ഡയാലിസിസ് രോഗികളുണ്ട്. ഏറ്റവും അവശത അനുഭവിക്കുന്ന രോഗികൾക്ക് പ്രയോറിറ്റി ചെയ്ത് പരിശോധിച്ച് ഒരു വിവേചനവുമില്ലാതെ പണമായിട്ട് അവർക്ക് സഹായം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് പൊതുജനങ്ങളിൽ നിന്നും നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ ക്ലബ്ബുകൾ, വിദ്യാർത്ഥികൾ, വ്യാപാരികൾ, മറ്റേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കളക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ദുരിതാശ്വാസ നിധി തുറക്കുക. പദ്ധതി കൂടുതൽ വിപുലപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിലും ഭരണസമിതി അംഗങ്ങളും പറഞ്ഞു. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് രാജീവ് നടക്കാവിലിനെ നിയമിച്ചു. കുമരമ്പത്തൂർ അക്കിപ്പാടം സ്വദേശിയാണ്. കോടതിയിൽ മാസങ്ങളായി പബ്ലിക് പ്രോസിക്യൂട്ടറുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. പ്രോസിക്യൂട്ടർ ഇല്ലാത്തതിനാൽ കേസുകളുടെ വിചാരണ നടന്നിരുന്നില്ല. ഇടവേള. വാർത്തകൾ തുടരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നേതൃത്വം നൽകുന്ന LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫെബ്രുവരി 14 പകൽ 4 പട്ടാമ്പിയിൽ സ്വീകരണം നൽകും. ജാഥയുടെ ഭാഗമായി പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിൽ മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വം നൽകിയ LDF വികസന സന്ദേശ ജാഥ 3 ദിവസത്തെ മണ്ഡല പര്യടനങ്ങൾക്ക് ശേഷം മുതുതലയിൽ സമാപിച്ചു. LDF പട്ടാമ്പി മണ്ഡലം വികസന സന്ദേശ ജാഥയ്ക്ക് സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല വരവേൽപ്പ്. 3ാം ദിവസമായ ഞായറാഴ്ച രാവിലെ വല്ലപ്പുഴയിലെ ചുങ്കപ്പുലാവിൽ നിന്നും ആരംഭിച്ച് വൈകിട്ട് മുതുതലയിൽ സമാപിച്ചു. വല്ലപ്പുഴ, ചെറുകോട്, ചൂരക്കോട്, വാടാനാംകൃഷി, കാരക്കാട്, കള്ളാടിപ്പറ്റ, തൊണ്ടിയന്നൂർ, കൊടല്ലൂർ, പടിഞ്ഞാറേക്കര, ലബർട്ടി, കീഴായൂർ, പെരുമുടിയൂർ, പുതിയ ഗേറ്റ്, കൊടുമുണ്ട ഗേറ്റ് എന്നിവിടങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം ലഭിച്ചത്. സമാപന പൊതുയോഗം K. ബദറുന്നീസ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം
ഈ ബജറ്റ് കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ ബജറ്റ്, ആ ബജറ്റിൽ അവരെടുത്ത സമീപനവും കഴിഞ്ഞ 29-ാം തീയതി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബജറ്റും, ഈ രണ്ട് ബജറ്റും പരിശോധിച്ചാൽ തന്നെ നമ്മുടെ ഇടതുപക്ഷ വികസന കാഴ്ചപ്പാട് എന്തെന്നും വലതുപക്ഷ വികസന കാഴ്ചപ്പാട് എന്തെന്നും നമുക്ക് ബോധ്യപ്പെടും. ഇപ്പോ ഒന്ന് നോക്കൂ, നമ്മുടെ രാജ്യത്തെ മോഡി അമേരിക്കയുടെ കീഴിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുക. അത് സ്ഥിരം അങ്ങനെയാണ്. മൈ ഫ്രണ്ട് നരേന്ദ്രമോദി എപ്പോഴും വിശേഷിപ്പിക്കുന്നത് മൈ ഫ്രണ്ട്, ട്രംപ് എപ്പോഴും മോഡിയെ വിശേഷിപ്പിക്കുന്നത് മൈ ഫ്രണ്ട്. ഒരിക്കലും പിരിയാത്ത കൂട്ടുകാരായി, ഫ്രണ്ടായി അവരെങ്ങനെയാണ് മാറിയത്? നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു കാലത്ത് നരേന്ദ്രമോദിക്ക് അമേരിക്കയിലേക്ക് പ്രവേശന അനുമതി ഉണ്ടായിരുന്നില്ല. അവിടെ സ്മാർട്ട് കിച്ചൺ, നമ്മുടെ പെരുമുടിയൂർ സ്കൂളിൽ ടോയ്ലറ്റ് കോംപ്ലക്സ് പൂർത്തീകരിച്ചു, ഒരു കെട്ടിടം പൂർത്തീകരിച്ചു, മറ്റൊരു രണ്ട് കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നു. കൊടുമുണ്ടയിൽ കെട്ടിടം പൂർത്തീകരിച്ചു, ബസ് യാഥാർത്ഥ്യമാക്കി. കൊപ്പത്ത് കെട്ടിടം പൂർത്തീകരിച്ചു. പൂട്ടാൻ പോയ വള്ളൂര് സ്കൂള്, അതും കെട്ടിടം പൂർത്തീകരിച്ചു. കൊപ്പത്തും ബസ് യാഥാർത്ഥ്യമാക്കി. നമ്മുടെ കിഴായൂർ സ്കൂളിൽ അവിടെയും കെട്ടിടവും യാഥാർത്ഥ്യമാകുന്നു, ബസ്സും യാഥാർത്ഥ്യമായി. ഇങ്ങനെ എല്ലാ സ്കൂളുകളിലും കെട്ടിടവും സൗകര്യവും വന്നൊരു കാലം, ഇങ്ങനൊരു കാലം പട്ടാമ്പിയിൽ ഉണ്ടായിട്ടുണ്ടോ? പട്ടാമ്പി കോളേജിൽ കെയുടെ കാലത്ത് പ്രഖ്യാപിച്ചതാണ്. എത്ര കാലമായിരുന്നു? സയൻസ് ബ്ലോക്ക്. PC വാസു അധ്യക്ഷനായി. LDF കൺവീനർ K പരമേശ്വരൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം M ശങ്കരൻകുട്ടി, CPI മണ്ഡലം കമ്മിറ്റി അംഗം P ചേക്കാമു, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി A ആനന്ദവല്ലി, P ഷൺമുഖൻ, PM ഉഷ, ജാഥ ക്യാപ്റ്റൻ മുഹമ്മദ് മുഹസിൻ MLA, വൈസ് ക്യാപ്റ്റൻ T ഗോപാലകൃഷ്ണൻ, മാനേജർ KP അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുബൈദ ഇസ്ഹാഖ്, TK നാരായണദാസ്, MN കരുണാകരൻ, അഷ്റഫ് അലി വല്ലപ്പുഴ, KC ഷാജി, PV രതീഷ്, AN നീരജ്, VS അനൂജ എന്നിവർ സംസാരിച്ചു. കോങ്ങാട് MLA K ശാന്തകുമാരി നയിക്കുന്ന മണ്ഡലം പ്രചാരണ യാത്രയ്ക്ക് കാഞ്ഞിരപ്പുഴ തൃക്കളൂരിൽ സ്വീകരണം നൽകി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖല വികസന മുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥമാണ് MLAയുടെ ജാഥ. CPM ജില്ലാ കമ്മിറ്റി അംഗം PM മാർഷോ സ്വീകരണം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വെറുപ്പിട്ട് വിത്ത് പാകുന്ന BJPയും സംഘപരിവാറും കോൺഗ്രസും ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ചേർന്ന അവിശുദ്ധ കൂട്ടുകെട്ടിന് ലീഡറായി പ്രതിപക്ഷ നേതാവ് മാറിയെന്ന് സ്വീകരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച PM മാർഷോ പറഞ്ഞു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കൊന്നുകളയണമെന്നാവശ്യപ്പെട്ട ഗോൾവാൾക്കറുടെ ചിത്രം കാണുമ്പോൾ കുമ്പിട്ട് വിളക്ക് കൊളുത്താൻ കഴിയുന്ന ഒരാളാണ് VD സതീശനെന്നും ആർഷോ കുറ്റപ്പെടുത്തി. ലീഗുമൊക്കെ ചേർന്ന സഖ്യത്തെ നമുക്ക് ഓർമ്മ ഉണ്ടാകും. തുടർന്ന് ചരിത്ര കാലയളവിൽ പല ഘട്ടത്തിൽ ബേപ്പൂരിൽ ഉൾപ്പെടെ രൂപപ്പെട്ട അവിശുദ്ധ സഖ്യത്തിന്റെ പുതിയ രൂപം ഇന്ന് കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. BJPയും സംഘപരിവാർ ശക്തികളും കോൺഗ്രസും മുസ്ലിം ലീഗും ഇന്ന് പുതുതായി ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെ ചേർന്നുകൊണ്ട് പുതിയൊരു സഖ്യം രൂപപ്പെട്ട് ആ സഖ്യത്തിന്റെ ഇടപെടൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്താ ഇടപെടൽ? ആ ഇടപെടൽ കേരളത്തിന്റെ മതനിരപേക്ഷ അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണോ നാസി പട്ടാളം ജൂതനെ തള്ളിയത് സമാനമാവിധം ഉന്മൂലനം ചെയ്യണം, കൊന്നു തള്ളണം എന്ന് എഴുതി വെച്ച ഗോൾവാൾക്കറെ കാണുമ്പോ കുമ്പിടുന്ന പഞ്ചമുച്ച മടക്കി നിൽക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ തൃക്കളൂർ സെന്ററിൽ നടന്ന ചടങ്ങിൽ തെരഞ്ഞെടുപ്പ് ലോക്കൽ സെക്രട്ടറി R അനൂജ് അധ്യക്ഷത വഹിച്ചു. തൃക്കളൂരിൽ നിന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ പ്രകടനമായാണ് MLA K ശാന്തകുമാരിയെ വേദിയിലേക്ക് ആനയിച്ചത്. തന്റെ മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് MLA സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിയത്. നമ്മുടെ മണ്ഡലത്തിലെ ഫയർ സ്റ്റേഷൻ കോങ്ങാട് 2.25 കോടി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മണ്ഡലത്തിലെ PWD റെസ്റ്റ് ഹൗസ് കച്ചമ്പാറ പഞ്ചായത്ത് ഓഫീസിന്റെ പുറകിൽ അത് ഡിസൈൻ അംഗീകരിച്ചു. ടെൻഡർ നടപടിയിലേക്ക് നമുക്ക് നീങ്ങണം. സ്മാർട്ട് വില്ലേജ് ഓഫീസ് പൊട്ടശ്ശേരി നമ്പർ 2 ചെറക്കപ്പടിയിൽ പണി നടന്നുകൊണ്ടിരിക്കണ്ടില്ലേ? കരിമ്പ സ്മാർട്ട് വില്ലേജ് TB ജംഗ്ഷനിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പബ്ലിക് ഓഫീസുകൾ നമ്മുടെ മണ്ഡലത്തിൽ പുതിയ മണ്ഡലമാണ് കൊണ്ടുവരികയാണ്. എല്ലാ പഞ്ചായത്തിലും കളിക്കണം 7.5 കോടി രൂപ ചെലവഴിച്ച് പറളി പഞ്ചായത്തിന്റെ സ്കൂളിനകത്ത് ഒരു എയ്ഡഡ് സ്കൂളിനകത്ത് മാനേജ്മെന്റ് സ്കൂളിനകത്ത്
കേരളത്തിൽ ആദ്യമായി സംസ്ഥാന സർക്കാർ നിർമ്മിച്ച അവിടെ സ്പോർട്സ് കോംപ്ലക്സ്. എന്താ കാര്യം? പറളി സ്കൂൾ കേട്ട ആദ്യ ഓർമ്മ സ്പോർട്സ്. CPM ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളും വർഗസംഘടനാ നേതാക്കളും MLAക്ക് ഹാരമണിയിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KC റിയാസുദ്ദീൻ, ലോക്കൽ സെക്രട്ടറി നിസാർ മുഹമ്മദ്, K പ്രദീപ്, വിജീഷ്, ഫാറൂഖ്, രതീഷ് കുമാർ, BK ഷംസുദ്ദീൻ, പഞ്ചായത്ത് അംഗം സ്മിത തുടങ്ങിയവർ പ്രസംഗിച്ചു. ചെർപ്പശ്ശേരി പുത്തനാൽക്കൽ കാളവേല ആഘോഷങ്ങൾക്ക് മാറ്റേകാൻ കുടുംബശ്രീ. നഗരസഭയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ ഉൽപ്പന്ന പ്രദർശന വിപണന മേള ആരംഭിച്ചു. ഫെബ്രുവരി 13 വരെയാണ് മേള നടക്കുന്നത്. ചെർപ്പശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ അഴകുമേള എന്ന പേരിൽ കുടുംബശ്രീ ഉൽപ്പന്ന പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നത്. നഗരസഭാ പരിധിയിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ ഭക്ഷ്യ നിത്യോപയോഗ വസ്തുക്കളുടെയും അലങ്കാര വസ്തുക്കൾ, ഫാൻസി ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും വിപണനവുമാണ് അഴകുമേളയിൽ ഒരുക്കിയിരിക്കുന്നത്. സരസ് മേളയിലൂടെ പ്രസിദ്ധമായ അട്ടപ്പാടി വനസുന്ദരി ചിക്കനും മേളയിലെ പ്രധാന ആകർഷണമാണ്. ചായ, സ്നാക്സ്, ലഘുഭക്ഷണങ്ങൾ എന്നിവയൊരുക്കിയ വിവിധ ഫുഡ് കൗണ്ടറുകളും പ്രത്യേകം സജ്ജീകരിച്ച ഇരിപ്പിടങ്ങളും അഴകുമേളയിൽ ഒരുക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ VP ഷമീജ്, രേഷ്മ U, അനിത, മുൻ നഗരസഭാ അധ്യക്ഷൻ P രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് വിമുക്ത ഭട മഹാറാലിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. എടക്കരയിൽ നിന്നും ആരംഭിച്ച ജാഥ കീഴാറ്റൂരിൽ സമാപിച്ചു. 10 വർഷത്തിലൊരിക്കൽ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വിമുക്ത ഭട മഹാറാലി ഫെബ്രുവരി 14 നടക്കുന്നത്. വിമുക്ത ഭട മഹാറാലിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചാരണ ജാഥ ജില്ലയിലെ ആദ്യ എക്സ് സർവീസ് ലീഗ് യൂണിറ്റായ പെരിന്തൽമണ്ണ കീഴാറ്റൂരിൽ സമാപിച്ചു. 4 ദിവസങ്ങളിലായി ജില്ലയിലെ 12 ബ്ലോക്കുകളിലും 60ഓളം യൂണിറ്റുകളിലും ജാഥ നിർത്തി. ജില്ലയിലെ പ്രഥമ യൂണിറ്റായ കീഴാറ്റൂർ യൂണിറ്റിന്റെ വജ്ര ജൂബിലി സമാപന പരിപാടി നടത്തി. യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ കൃഷ്ണകുമാർ, ജില്ലാ സെക്രട്ടറി ഗോപിനാഥ്, ജോയിന്റ് സെക്രട്ടറി MC പ്രഭാകരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TP സുരേഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം TP സുരേഷ് കുമാർ, ബ്ലോക്ക് പ്രസിഡന്റ് മേജർ വേലായുധൻ നായർ, K സുകുമാരൻ, രാംമോഹൻ, സുബ്രഹ്മണ്യൻ, ശിവരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. വല്ലപ്പുഴ ചൂരക്കോട് ദാറു തൗഫീഖ് ഇസ്ലാമിക് അക്കാദമിയിൽ മഹ്ലറത്തുൽ ബദ്രിയ വാർഷികവും റമളാൻ മുന്നൊരുക്ക പ്രഭാഷണവും ചൊവ്വാഴ്ച നടക്കും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് NK സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വല്ലപ്പുഴ ചൂരക്കോട് ആസ്ഥാനമായി മത, ബൗദ്ധിക, സമന്വയ വിദ്യാഭ്യാസ, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരു പതിറ്റാണ്ടോളമായി പ്രവർത്തിച്ചുവരുന്ന ദാറു തൗഫീഖ് അൽ ഇസ്ലാമിയ സ്ഥാപനത്തിൽ മാസം തോറും നടന്നുവരുന്ന മഹ്ലറത്തുൽ ബദ്രിയ ആത്മീയ സദസ്സിന്റെ വാർഷികവും വിശുദ്ധ റമളാൻ മുന്നൊരുക്ക പ്രഭാഷണവുമാണ് ഫെബ്രുവരി 10 ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ ഭായാർത്ഥങ്ങൾ ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകും. പ്രമുഖ പ്രഭാഷകൻ ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് വിശുദ്ധ റമളാൻ മുന്നൊരുക്ക പ്രഭാഷണം നടത്തും. പരിപാടിയിൽ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സൗകര്യവും വിപുലമായ അന്നദാനവും ഉണ്ടായിരിക്കും. അഭിഭാഷകനായി എൻറോൾ ചെയ്ത നിസ PK ചൂരക്കോട്, കസാഖിസ്ഥാനിലെ അൽഫാറാബി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBBS നേടിയ MK മോസിൻ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഓപ്പറേഷൻ റിസർച്ചിൽ ഡോക്ടറേറ്റ് നേടിയ അനസ് മേലേതിൽ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. പട്ടാമ്പി താലൂക്കിലെ വല്ലപ്പുഴ പഞ്ചായത്തിലെ ചൂരക്കോട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി മത, സാമൂഹിക, വൈജ്ഞാനിക രംഗങ്ങളിൽ സ്തുത്യർഹമായ സേവനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ദാറു തൗഫീഖ് അൽ ഇസ്ലാമിയ എന്ന മഹത്തായ ഇസ്ലാമിക സ്ഥാപനം, ആ സ്ഥാപനത്തിൽ മാസം തോറും നടന്നു വരുന്ന മഹ്ലറത്തുൽ ബദ്രിയ ആത്മീയ സദസ്സിന്റെ വാർഷികവും പരിശുദ്ധമായ റമളാനിന്റെ മുന്നൊരുക്ക പ്രഭാഷണവും 2026 ഫെബ്രുവരി 10 ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്ക് ചൂരക്കോട് ദാറു തൗഫീഖ് ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ്. പ്രദേശത്തെ സാമൂഹികമായ മുന്നേറ്റത്തിൽ ധാരാളം ചുവടുവെപ്പുകൾ നടത്തിയ മഹത്തായ സ്ഥാപനത്തിൽ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ അനേകം വിദ്യാർത്ഥികളെ സമൂഹത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ ആത്മീയ അഭിരുചികൾ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി മാസം തോറും നടത്തിവരുന്ന മഹ്ലറത്തുൽ ബദ്രിയയുടെ വാർഷിക സദസ്സിന്
ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്ത് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് NK സിറാജുദ്ദീൻ ഫൈസി അവറുകൾ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ്. കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോൺ പ്രസിഡന്റ് ഉമർ ലത്തീഫി, ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സായദി, അറാക്കുളം മുഹമ്മദ് കുട്ടി ഹാജി, SYS സോൺ പ്രസിഡന്റ് ഉസ്മാൻ സഖാഫി പട്ടാമ്പി, ജനറൽ സെക്രട്ടറി UA റഷീദ് അസരി തുടങ്ങി മറ്റ് പ്രമുഖരും പങ്കെടുക്കുമെന്ന് സിദ്ദിഖ് സഖാഫി വല്ലപ്പുഴ, അബ്ദുൽ കബീർ സഖാഫി ചൂരക്കോട്, UA റഷീദ് അസരി, റഫീഖ് സഖാഫി കുറുവട്ടൂർ, ഷഫീഖ് ബുഖാരി ഓമച്ചപ്പുഴ, അസ്കർ ചൂരക്കോട് എന്നിവർ അറിയിച്ചു. മണ്ണാർക്കാട് കുമരമ്പത്തൂർ ലൂർദ് മാതാ ഇടവക ദേവാലയത്തിൽ 9 ദിവസമായി നടന്നു വന്നിരുന്ന തിരുനാൾ ആഘോഷം സമാപിച്ചു. കുർബാന, വചന സന്ദേശം എന്നിവയ്ക്ക് മണ്ണാർക്കാട് മുൻ ഫെറോന വികാരി ഡോക്ടർ അബ്രഹാം പാലത്തിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ കുർബാന, സന്ദേശം, ലതീഞ്ഞ് എന്നിവയ്ക്ക് ഫാദർ എബി പുറത്തൂർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പള്ളിയിൽ നടന്ന പ്രദക്ഷിണത്തിനും സമാപനാശീർവാദത്തിനും മുൻവികാരി ഫാദർ ഡോക്ടർ ജോർജ് തുരുത്തിപ്പള്ളി കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോമി തേക്കുംകാട്ടിൽ, കൈക്കാരന്മാരായ സിജോ ചമ്പാത്തിനാടിയിൽ, സുമേഷ് കണ്ടത്തിൽ, ബേബി കണ്ണമ്പിള്ളിൽ, ജോൺസൺ കണ്ടങ്കേരിൽ, സിസ്റ്റർമാരായ ജോമരിയ, ആനി, ബിജു പൂതറമണിൽ എന്നിവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച രാവിലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും ഒപ്പീസും കൊടിയിറക്കവും നടത്തി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ. ടൈൽസ് ആൻഡ് സാനിറ്ററീസ് വിപണന രംഗത്ത് KMT ഗ്രൂപ്പിൻ്റെ കയ്യൊപ്പ് ഇനി മഞ്ചേരിയിലും. അതിവിശാലമായ ഷോറൂമിൽ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയേഴ്സിൻ്റെ മറ്റെങ്ങുമില്ലാത്ത കളക്ഷനുമായി KMT ടൈൽസ് മഞ്ചേരി കാരക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു. ടൈൽസ് ആൻഡ് സാനിറ്ററീസ് വിപണന രംഗത്ത് 49 വർഷത്തെ പ്രൗഢ പാരമ്പര്യമുള്ള KMT ടൈൽസിന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് മഞ്ചേരി നിലമ്പൂർ റോഡിൽ കാരക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചത്. തിങ്കളാഴ്ച രാവിലെ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ KMT ടൈൽസ് ഡയറക്ടർമാരുടെ മാതാവ് ഫാത്തിമ സുഹറ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. മഞ്ചേരി MLA UA ലത്തീഫ് മുഖ്യാതിഥിയായി. മഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ വല്ലാഞ്ചിറ അബ്ദുൽ മജീദ്, തൃക്കരങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NP മുഹമ്മദ്, തൃക്കരങ്ങോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ CM അബ്ദുൾ റസാഖ്, IAA മലപ്പുറം സെന്റർ ജോയിന്റ് സെക്രട്ടറി AR അർജുൻ നാരായണൻ, IAA മലപ്പുറം സെന്റർ ജോയിന്റ് സെക്രട്ടറി AR അർജുൻ നാരായണൻ, KMT ടൈൽസ് ഡയറക്ടർമാരായ മാലിക് KMT, ഹബീബ് KMT തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. കൂടാതെ സാമൂഹിക, സാംസ്കാരിക, ബിസിനസ്, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാ ശ്രേണിയിലുമുള്ള ടൈൽസ്, സാനിറ്ററീസ്, ഫിറ്റിംഗ് എന്നിവയുടെ മഞ്ചേരിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് KMT ഒരുക്കിയിരിക്കുന്നത്. ജാഗ്വർ, പാരിവെയർ, റോക്ക, കജാരിയ, ഇറ്റാക്ക,
നെക്സിയോൺ, മോട്ടോ തുടങ്ങിയ 8ഓളം ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോകൾ ഷോറൂമിന്റെ പ്രധാന സവിശേഷതയാണ്. ടൈലുകളും സാനിറ്ററി വെയേഴ്സും ഫിറ്റിംഗ്സുമെല്ലാം വീട്ടിൽ സ്ഥാപിച്ച പോലെ കാണാനായി ഷോറൂമിൽ 100-ലധികം ലൈവ് മോക്കപ്പ് ഡിസ്പ്ലേകൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ ഭംഗി നോക്കി തിരഞ്ഞെടുക്കാനും ഗുണമേന്മ പരിശോധിച്ച് നേരിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നു. പ്രശസ്ത ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ കളക്ഷനോടൊപ്പം കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ മികച്ച സജ്ജീകരണങ്ങളാണ് KMTയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് KMT ഗ്രൂപ്പ് ഡയറക്ടർമാരായ മാലിക് KMT, ഹബീബ് KMT എന്നിവർ അറിയിച്ചു. ഇത് KMTയുടെ മഞ്ചേരിയിലെ പുതിയ ഷോറൂമാണ് ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞത്. കാരക്കുന്നാണ് ലൊക്കേഷൻ വരുന്നത്. ഇവിടെ ഏകദേശം 8ഓളം കമ്പനികളുടെ എക്സ്ക്ലൂസീവ് ബ്രാൻഡുകൾ നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ജാഗ്വർ, കജാരിയ, ഇറ്റാക്ക, മോട്ടോ, റോക്ക, പാരിവേർ, അങ്ങനെ നെക്സിയോൺ, അങ്ങനെ 8ഓളം ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 30,000 സ്ക്വയർ ഫീറ്റിൽ മേലെ ഉള്ള സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്. നമ്മളിവിടെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ വൈഡ് റേഞ്ച് ഓഫ് സെലക്ഷൻ, അത്രയും വൈഡ് റേഞ്ച് ഓഫ് സെലക്ഷൻ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. KMT ടൈൽസ് ആൻഡ് സാനിറ്ററിയുടെ പുതിയൊരു അധ്യായം മഞ്ചേരിയിൽ തുടങ്ങി. നമ്മുടെ ടൈൽസ് ആൻഡ് സാനിറ്ററി ഷോറൂം 30,000 സ്ക്വയർ ഫീറ്റ് മഞ്ചേരിയിൽ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. കസ്റ്റമേഴ്സിന് ഒരു ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത് തുടക്കം മുതലേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഡിസ്പ്ലേയും അതിൻ്റെ ലൈവ് ഡിസ്പ്ലേ, അത് ആൾക്കാർക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാനുള്ള സൗകര്യം എല്ലാതും നമ്മൾ വളരെ ശ്രദ്ധയോടെ ഒരുക്കിയിട്ടുണ്ട്. മഞ്ചേരി പരിസര പ്രദേശമായ തൃക്കലങ്കൂടിൽ ഇന്ന് ആരംഭിക്കുന്ന KMT ടൈൽസ് എന്ന സ്ഥാപനം മഞ്ചേരിക്ക് ഈ നിയോജകമണ്ഡലത്തിൽ തന്നെ ഒരു മുതൽക്കൂട്ടാണ്. കാരണം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസിലും അതുപോലെ തന്നെ നിർമ്മാണ സാമഗ്രികൾക്കുമൊക്കെ അതിൻ്റേതായ അപ്ഡേറ്റ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ KMT ടൈൽസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നേക്ക് കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ടൈൽസും മറ്റ് സാധനങ്ങളുമാണ് ഇവിടെ അവർ സ്റ്റോർ ചെയ്യുന്നത്. അത് ഒരു മുതൽക്കൂട്ടാവും. എല്ലാവിധ ഭാവങ്ങളും മഞ്ചേരിയുടെ വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേരിയിലേക്ക് കടന്നു വരുന്ന ഓരോ സ്ഥാപനങ്ങളെയും മഞ്ചേരി വ്യാപാരി സമൂഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കാറ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതൽ സ്ഥാപനങ്ങൾ ഒരു വ്യാപാര കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ അതിലൂടെ കൂടുതൽ ഉപഭോക്താക്കൾ മഞ്ചേരിയിലേക്കും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്കും എത്തുമ്പോൾ എല്ലാ വ്യാപാര മേഖലക്കും അതൊരു പുത്തൻ ഉണർവ് ഏകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വ്യാപാര സമൂഹം കരുതപ്പെടുന്നത്. KMT സാനിറ്ററി ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും, അവർക്ക് വലിയ വിജയവും, അവരുടെ കച്ചവട മേഖലയിൽ വലിയ വിജയവും ഞങ്ങൾ ആശംസിക്കുകയാണ്. കരിമ്പുഴ എലമ്പുലാശ്ശേരി GLP സ്കൂളിൻ്റെ 125-ാം വാർഷികം വർണ്ണാഭമായി ആഘോഷിച്ചു. വാർഷികാഘോഷ പരിപാടികൾ VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. നിരവധി തലമുറകൾക്ക് അക്ഷര വെളിച്ചമേകി ഒരു നൂറ്റാണ്ട് പിന്നിട്ട എലമ്പുലാശ്ശേരി GLP സ്കൂളിൻ്റെ 125-ാം വാർഷികാഘോഷം വർണ്ണാഭമായി. VK ശ്രീകണ്ഠൻ MP നിലവിളക്ക് കൊളുത്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് LP സ്കൂൾ എളമ്പുലാശ്ശേരി 125 വർഷം പിന്നിടുകയാണ്.
മഹത്തായ ഒരു ചരിത്രം ഉറങ്ങുന്ന വിദ്യാലയ മുറ്റത്താണ് നമ്മളെല്ലാവരും ചേർന്നിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ആഹ്ലാദവും സന്തോഷവും ആമോദവും ഒക്കെ ഒരുമിച്ച് ഈ സ്റ്റേജിൽ വിളയാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ സ്റ്റേജിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ, ഈ നാട്ടുകാർ, അതിൽ ഏറിയ പങ്കും ഈ സ്കൂളിൽ മുമ്പ് വിദ്യാർത്ഥികളായിരുന്നവർ. ഇപ്പോൾ സ്വന്തം വിദ്യാലയ മുറ്റത്ത് ഇരുന്ന് പുതിയ തലമുറയുടെ നൈസർഗികമായിട്ടുള്ള കഴിവുകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അമ്മമാരെയാണ് ഞാൻ കണ്ടത്. വിദ്യാലയം നമുക്ക് എല്ലാറ്റിനേക്കാളും പ്രധാനമാണ്. വീട് എങ്ങനെയാണോ അതുപോലെയാണ് നമുക്ക് എല്ലാവർക്കും വിദ്യാലയം. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അശോക് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയത്തിൻ്റെ ചരിത്രപരമായ നാഴികക്കല്ല് അടയാളപ്പെടുത്തുന്ന 125-ാം വാർഷിക ലോഗോ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് പ്രകാശനം ചെയ്തു. വിദ്യാലയത്തിലെ കുരുന്നു പ്രതിഭകൾ തയ്യാറാക്കിയ എഴുത്താണി എന്ന കയ്യെഴുത്ത് മാഗസിൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്മിത പ്രകാശനം ചെയ്തു. വിദ്യാലയത്തിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ഡിജിറ്റലായി അവതരിപ്പിച്ചു. സബ് ജില്ലാ മേളകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുരേഷ് തെങ്ങിൻതോട്ടം വിതരണം ചെയ്തു. പഠനരംഗത്ത് മികവ് തെളിയിച്ച കുട്ടികളെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു കരിയോട് ആദരിച്ചു. പ്രദേശത്തെ പുതിയ ജനപ്രതിനിധികളെ PTA നേതൃത്വത്തിൽ ആദരിച്ചു. പഞ്ചായത്ത് വികസന സമിതി ചെയർപേഴ്സൺ മൈമൂനത്ത് സാദിഖ്, മെമ്പർമാരായ വിജിത, മുഹമ്മദ് മുസ്തഫ, AV ബാലകൃഷ്ണൻ, നസീമ ഷൗക്കത്ത്, KUP സ്കൂൾ മാനേജർ P ഹരിഗോവിന്ദൻ, ഹെഡ്മാസ്റ്റർ രാമദാസൻ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ M ശിവശങ്കരൻ, ബാബു നാരായണൻ, CP സാദിഖ്, M കൃഷ്ണനുണ്ണി, ഹെഡ്മാസ്റ്റർ P ഹരിദാസൻ, സ്റ്റാഫ് സെക്രട്ടറി സൈദ റഹ്മാൻ എന്നിവരും സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഷോർട്ട് ന്യൂസ്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2026-2027 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് C ജംസീന അധ്യക്ഷത വഹിച്ചു. സ്ഥിരസമിതി അംഗങ്ങളായ T സാദുള്ള, P പ്രേമലത, C ഫബ്ന, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി N നൌഫൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ M രാംദാസ്, അംഗങ്ങളായ സയ്യിദ് കോടനാട്, ഹക്കീം ചൂരക്കോട്, K അസീസ്, നസീർ ആലിക്കൽ, MT സലാം, AA ജമാൽ, MT കുഞ്ഞു മുഹമ്മദ്, K സദക്കത്തുള്ള, N നന്ദവിലാസിനി, കളത്തിൽ ദാവൂദ്, നിർവഹണ ഉദ്യോഗസ്ഥർ, അംഗൻവാടി ടീച്ചർമാർ, ആശാപ്രവർത്തകർ, CDS ചെയർപേഴ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. ആസൂത്രണ സമിതി കൂടി നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിലെ വിവിധ മേഖലകളെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അത് മുൻഗണനാ ക്രമത്തിൽ എങ്ങനെയൊക്കെയാണോ നമുക്ക് ചെയ്യേണ്ടത് എന്ന് ഇന്നത്തെ ഗ്രൂപ്പിലൂടെ വരണം. അപ്പോൾ ഇതിൽ നമുക്കറിയാം, കാർഷിക മേഖലയിലും വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെ ഒട്ടേറെ മേഖലകൾക്ക് ഉന്നയിച്ചുകൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് പ്രകാരം ഓരോ മേഖലകളിലും ഈ വർഷം നമ്മൾ ഊന്നൽ നൽകുന്ന പദ്ധതികൾ എന്താണോ അത് നിങ്ങൾ ചർച്ച ചെയ്ത് അതൊരു പട്ടികയായി തന്നെ വരണം. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് പാലപ്പുറം സ്വദേശിയായ യുവകവി E സനോജ് കുമാർ രചന നിർവഹിച്ച ദേവിയമ്മ എന്ന ഭക്തിഗാന CD പ്രകാശന കർമ്മം നടന്നു. റെക്കോർഡറി ദേശകമ്മിറ്റി ഭാരവാഹിയായ ശില്പി രാമകൃഷ്ണനിൽ നിന്നും പുത്തൻവീട്ടിൽ ശശിധരൻ CD ഏറ്റുവാങ്ങി. 5ാം തവണയാണ് ചിനക്കത്തൂരമ്മയെ സ്തുതിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ സനോജ് കുമാറിൻ്റെ രചനയിൽ പുറത്തിറങ്ങുന്നത്. ചടങ്ങിൽ പ്രശസ്ത തോൽപ്പാവക്കൂത്ത് കലാകാരൻ A സദാനന്ദ പുലവർ, കമ്മിറ്റി ഭാരവാഹി ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഓയിസ്ക ഇന്റർനാഷണൽ മലപ്പുറം ജില്ലാ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സായി സ്നേഹതീരത്തിൽ വെച്ച് വ്യക്തിത്വ വികസന ക്യാമ്പ് നടത്തി. പെരിന്തൽമണ്ണ നഗരസഭ ഗ്രീൻ സിറ്റി മാനേജർ CK വത്സൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പർശ യോഗ ഡയറക്ടർ സാരംഗ ഗോഗോയ് ക്ലാസ് നയിച്ചു. സായി സ്നേഹതീരൻ ഡയറക്ടർ KR രവി,
OISCA ഇന്റർനാഷണൽ മലപ്പുറം ജില്ലാ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ പി കൃഷ്ണദാസ്, ജില്ലാ ട്രഷറർ OK പ്രകാശ്, മലബാർ സൗഹൃദവേദി ചെയർമാൻ ബിജുമോൻ പന്തീരകുലം, ജില്ലാ ചാപ്റ്റർ സെക്രട്ടറി കുമാർ വള്ളിക്കുന്ന്, ഡോക്ടർ ഷീബ കൃഷ്ണദാസ്, KR രവി, OK പ്രകാശ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നവീകരണം പൂർത്തിയായ മുണ്ടൂർ തൂത പാതയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 11-ന്. കടമ്പളിപ്പുറത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. പാത നിർമ്മിച്ചത് 364 കോടി രൂപ ചെലവിൽ. ഒറ്റപ്പാലത്ത് വീണ്ടും മോഷണം. NSS KPT ഹൈസ്കൂളിലാണ് മോഷണം നടന്നത്. മോഷ്ടിച്ചത് സയൻസ് ലാബിലെ മൈക്രോസ്കോപ്പ്. പെരിന്തൽമണ്ണയിൽ പുതിയ ഓട്ടോ പെർമിറ്റ് അനുവദിക്കുന്നതിൽ തീരുമാനമായില്ല. അജണ്ട നഗരസഭാ കൗൺസിൽ യോഗം വീണ്ടും മാറ്റിവെച്ചു. പുതിയ പെർമിറ്റ് അനുവദിക്കുന്നതിനെ എതിർത്ത് പ്രതിപക്ഷ അംഗങ്ങൾ. മുഖ്യമന്ത്രിയുടെ മോഡൽ ദുരിതാശ്വാസ നിധി നടപ്പാക്കാൻ അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധി ആരംഭിക്കും. ജനങ്ങൾക്ക് കൈത്താങ്ങാവുന്ന പദ്ധതിക്ക് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ച പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ. ചെർപ്പശ്ശേരി പൂരം കാളവേല ആഘോഷങ്ങൾക്ക് ഒരുങ്ങി. ഉത്സവത്തിന് മാറ്റേകാൻ കുടുംബശ്രീയുടെ പ്രദർശന വിപണന മേള ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.